ചെറിയ ചെറിയ വീഡിയോ എടുക്കണതാണ് നല്ലത്. ഇതിലൊരു വഴി കണ്ട് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലേക്കാവും. ഏതൊരു കൂട്ടരുടെ സ്ഥലക്കും പേടിച്ച് മതിലേക്കും കിട്ടിയേക്കുന്നതാണ്. അത് പള്ളിക്കാരെയാവും. രണ്ട് കുരുവികൾ അവിടെ കിടക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അധികം നിരപ്പില്ല. അങ്ങോട്ട് ഇറങ്ങാൻ എളുപ്പമായിരിക്കും. ഇത് കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടുള്ള വഴിക്ക് ഞാൻ ഇറങ്ങണില്ല. ഞാൻ നിങ്ങൾക്കൊരു സമാധാനത്തിന് ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കാം. തിരിച്ച് വരാൻ പറ്റും. ഈ പാറപ്പുറം അവസാനിക്കില്ല. ഇതിങ്ങനെയുണ്ട്. പിന്നെ ചെരുപ്പ് അത്ര ഗ്രിപ്പുള്ളതല്ല. നമ്മൾ മനസ്സിൽ വിചാരിക്കും ചെരുപ്പിനെ ആഗ്രഹിക്കണ്ടേ. ചെരുപ്പ് അവിടെ നിൽക്കില്ല. നല്ല വിരിഞ്ഞ പാറപ്പുറം അല്ല. ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നത്. നമ്മൾ അവിടെ പോയപ്പോൾ രപ്പംകെട്ട് വെള്ളച്ചാട്ടത്തിൽ പോയപ്പോൾ ഇഷ്ടംപോലെ ഈ പക്ഷികളുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഏരിയയിലേക്കും പക്ഷികളെ തന്നെയാണ് കൂടുതലും കാണാം. ശരിക്കും നല്ല വെള്ളച്ചാട്ടത്ത് മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നല്ല വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അപ്പോൾ ഈ വേനലായിട്ടും കൂടി ഇതേപോലെ ഇതൊക്കെയും സൗണ്ട് പറയാൻ പറ്റില്ലേ. ഇത് വേറെ സൈഡിലേക്ക് എത്തി. വലിയ അലമ്പില്ലാത്ത സ്ഥലങ്ങളാണ് എന്ന് വിചാരിക്കാം. നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല. നമുക്ക് നടക്കാം. പറ്റുന്ന വഴി കൂടെ നടക്കാം. തിരിച്ച് ഒരു ഇടം നിൽക്കും. വരാൻ പറ്റാത്ത പാറമ്മയോടെ ഞാൻ ചാടി കടന്നത്. ഒരു ഉണ്ടൻപാറ. അവിടെ നിന്ന് വെച്ചത് വേറൊരു ഒലീവിൻ്റെ ഒരു ത്രികോണം കട്ടയുള്ള പോലത്തെ ഒരു പാറക്കല്ല്. പിന്നെ വലിയ പാറക്കല്ല് കിട്ടിയപ്പോൾ ഇങ്ങോട്ട് ചാടി. നല്ലോണം ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള വഴിക്ക് വരാൻ പാടുള്ളൂ. നല്ല വിരിഞ്ഞ പാറപ്പുറം. അടിപൊളി പാറപ്പുറം. ഞാൻ ആ വഴിക്ക് വന്നത്. എൻ്റെ അവിടെ വന്ന് നിന്നത്. ചിലപ്പോൾ താഴെ വെള്ളച്ചാട്ടത്തിന് ആഴം കൂടുതലുണ്ടാവും. നമ്മൾ അതിൽ പോയിട്ട് തല വയ്ക്കാൻ പാടില്ലല്ലോ.
ആരെയും അറിയൂല.